കോർ കോഴ്സസ് വരുന്നത് 3 സബ്ജക്റ്റുകളാണ്. അതിന്റെ കോഴ്സ് കോഡ് വരുന്നത് B.Ed ആയതുകൊണ്ട് തന്നെ EDU ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് 101 എന്ന് പറഞ്ഞാൽ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ പെഡഗോഗിക് കോഴ്സസിലൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൈക്രോ ടീച്ചിങ്ങിന്റെ ലെസൺ പ്ലാൻ എഴുതുക, നമ്മൾ മൈക്രോ ടീച്ചിങ് ക്ലാസ്സസ് എടുക്കുക, അതായത് 5 മിനിറ്റിന്റെ ക്ലാസ് എടുത്ത് നമ്മൾ ഓരോ സ്കില്ലുകളായി ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതാണ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രാക്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും പേടിക്കേണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ ബേനസിർ. എല്ലാവരും 2 ഇയർ B.Edന് വേണ്ടി ക്യാപ്പ് വഴിക്ക് കോമൺ അഡ്മിഷൻ പ്രോസസ്സ് വഴിക്ക് ആപ്ലിക്കേഷൻ അയച്ചു. ചിലർക്കെല്ലാം അലോട്ട്മെന്റ് ആയി, ചിലരെല്ലാം കോളേജിൽ ക്ലാസ് തുടങ്ങി. എന്നാലും ഒരുപാട് ചോദ്യങ്ങൾ, കുറച്ചുത്തരങ്ങൾ. അതാണ് ഇന്നത്തെ വീഡിയോ. വൺസ് അഗെയിൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് B.Edന്റെ 2 വർഷ കോഴ്സിലെ 4 സെമസ്റ്ററിലെ ഓരോ സബ്ജക്റ്റുകളുടെയും അലോക്കേഷനും അതിൻ്റെ ഡിവിഷൻ ഓഫ് മാർക്സും അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽസും അതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, എന്തൊക്കെയാണ് ആ സബ്ജക്ട്സ് എന്നൊക്കെയാണ്. ഏകദേശം നമുക്കറിയാം പല സബ്ജക്ട്സ് പഠിച്ച് വരുന്ന കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ B.Edലേക്ക് എത്തുന്നത്. ഈ 2 വർഷ B.Edലെ 4 സെമസ്റ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇതുവരെ കേട്ട ഒരു കാര്യങ്ങളും അല്ല ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ ലഘൂകരിക്കാനാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സാധ്യമാവുകയാണെങ്കിൽ എല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിലെ നമ്മൾ മാസ്റ്റർ ഗ്രേഡ് കാർഡാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാമിൻ്റെ ആണ്. ഇതൊരു മോഡൽ മാത്രമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾക്ക് പ്രധാനമായും കോർ കോഴ്സസിൽ വരുന്നത് 3 സബ്ജക്റ്റുകളാണ്. കോർ കോഴ്സസ് വരുന്നത് 3 സബ്ജക്റ്റുകളാണ്. അതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് B.Ed ആയതുകൊണ്ട് തന്നെ EDU ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് 101 എന്ന് പറഞ്ഞാൽ കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഇതിന്റെ ക്രെഡിറ്റ് വരുന്നത് 5 ക്രെഡിറ്റ് ആണ്. അതിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കാണ് തിയറി പേപ്പറിൽ നമ്മൾക്ക് വരുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന മാക്സിമം മാർക്ക് 80ലാണ് എക്സാം വരുന്നത്. ദെൻ ഇന്റേണൽസ് 20 മാർക്കിന്റെ ഇന്റേണൽസ് ആണ് വരുന്നത്. അതിൽ എന്തൊക്കെ വരും? പ്രാക്ടിക്കംസ് ആണ് പ്രാക്ടിക്കംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെന്റ്സ് എഴുതുന്നതിനെയാണ് പ്രാക്ടിക്കംസ് എന്ന് പറയുന്നത്. അസൈൻമെന്റ്സ്, ഇന്റേണൽ എക്സാം, 2 ഇന്റേണൽ എക്സാംസ്, മോഡൽ എക്സാം, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഏകദേശം ഈ 20 മാർക്ക് എന്ന് പറയുന്നത്. 20ഉം ഇന്റേണലും എക്സ്റ്റേണൽ എക്സാമും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ 100 മാർക്കിലാണ് കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന കോർ പേപ്പർ വരുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ഗ്രേഡും 100ൽ എത്രയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡും കയറി വരും. സോ ദ ഫസ്റ്റ് പേപ്പർ ഫോർ ദ ഫസ്റ്റ് സെമസ്റ്റർ ഓഫ് B.Ed and MG യൂണിവേഴ്സിറ്റി ഇസ് എന്താണ്? കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് പേപ്പർ ഏതാണ്? EDU 102 എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പ്. എന്തിനാണ് ചൈൽഡ്ഹുഡും ഗ്രോയിങ് അപ്പും പഠിക്കുന്നത്? ഒരു കുട്ടിയുടെ മാനസിക തലങ്ങൾ അറിഞ്ഞാലാണ് അധ്യാപകന് മികച്ച രീതിയിലുള്ള അധ്യാപനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ദിസ് പേപ്പർ ഇസ് ഡീലിംഗ് വിത്ത് ദ സൈക്കോളജി ഓഫ് സ്റ്റുഡന്റ്. ചൈൽഡ്ഹുഡ് എന്താണ്? ചൈൽഡ്ഹുഡ് ആൻഡ് ഗ്രോയിങ് അപ്പ് എന്താണ്? അതും 5 ക്രെഡിറ്റിന്റെ എക്സാം ആണ് വരുന്നത്. ബോത്ത് ഇന്റേണൽസും എക്സ്റ്റേണൽസും ഫിലോസഫി പോലെ തന്നെയാണ് വരുന്നത്. അതും 100 മാർക്കിന്റെ എക്സാം ആണ്. ഓക്കെ അല്ലേ? അടുത്ത പേപ്പർ
ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സസ് ഇൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഈ ആധുനിക കാലത്ത് ICT ഇല്ലാത്ത എഡ്യൂക്കേഷണൽ സിസ്റ്റം കംപ്ലീറ്റ് ആവില്ല അല്ലെ. അപ്പോ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സും അതിന്റെ ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ റിസോഴ്സസ് എന്നുള്ളതാണ് പേപ്പർ 3 EDU 103 നമ്മൾ ഡീല് ചെയ്യുന്നത്. അവിടെ വന്നപ്പോ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അല്ലെ ക്രെഡിറ്റില്. എത്ര ക്രെഡിറ്റിന്റെ പേപ്പർ ആണത്? 3 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. സ്വാഭാവികമായും എക്സ്റ്റേണൽ എക്സാം എക്സ്റ്റേണൽ എക്സാമിന്റെ മാർക്ക് എത്രയാണ്? 50 മാർക്കിന്റെ എക്സ്റ്റേണൽ എക്സാം ആണ് ഉള്ളത്. ഇന്റേണൽ എക്സാമോ മാക്സിമം മാർക്ക് 10 മാർക്കാണ്. അപ്പൊ ടോട്ടൽ 60 മാർക്കാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതിനനുസരിച്ച് ഗ്രേഡ് വരും. അപ്പൊ ക്രെഡിറ്റ് കുറവുള്ള പേപ്പറാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ പേപ്പർ ആണ്, ലാസ്റ്റ് കോർ പേപ്പർ ആണ്. അപ്പോ BEd ഫസ്റ്റ് സെമിസ്റ്ററിൽ 3 കോർ പേപ്പേഴ്സ് ആണ് ഉള്ളത്. EDU 103 ടെക്നോളജി, 102 സൈക്കോളജി ആൻഡ് 101 ഫിലോസഫി. ഇനി അടുത്തത് പെഡഗോഗിക് കോഴ്സസ്. ഇത്ര നാളും നിങ്ങൾ പഠിച്ചത് എന്താ? എങ്ങനെ നന്നായി പഠിക്കാം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നൊക്കെയാണ് അല്ലെ. ഇവിടെ വരുമ്പോ BEdൽ വരുമ്പോ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ മികച്ച അധ്യാപകനാവാം, എങ്ങനെ നന്നായി പഠിപ്പിക്കാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ ദ ബെസ്റ്റ് ട്രാൻസാക്ഷൻ, കരിക്കുലർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിനെ കുറിച്ചിട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് എന്തുള്ളത്? പെഡഗോഗിക് കോഴ്സസ് ഉള്ളത്. പെഡഗോഗിക് കോഴ്സസ് ഓരോ സബ്ജക്റ്റിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. ഇവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക് ലിസ്റ്റ് ആരുടെയാണ്? ഇംഗ്ലീഷുകാരുടെ മാർക്ക് ലിസ്റ്റ് ആണ്. സോ ദ ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസിപ്ലിൻ ഓഫ് ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ ഓപ്ഷണൽ സബ്ജക്റ്റും, അതായത് നിങ്ങളുടെ എക്സാം നിങ്ങൾ ഏത് ഓപ്ഷനാണോ, എത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ലാംഗ്വേജസ് ആയിട്ടുള്ള ഏകദേശം 60 സബ്ജക്ട്സിൽ നിന്ന് നിങ്ങൾ എത്തുന്നത് ഏകദേശം 10-12 ഓപ്ഷൻസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഏതൊക്കെയാണ് ലാംഗ്വേജ് ഓപ്ഷൻസ്? ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, അറബിക് ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട് അല്ലെ. ഇത്രയും ലാംഗ്വേജസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ദെൻ ഫിസിക്കൽ സയൻസ് ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്ക് സബ്സിഡിയറി ആയിട്ട് മാത്സും മറ്റ് അതിനോടനുബന്ധിതമായ സബ്സിഡിയറി സബ്ജക്ട്സ് പഠിച്ചവർക്ക് ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ ഉണ്ട്. നാച്ചുറൽ സയൻസ്, ബോട്ടണി, സുവോളജി സബ്സിഡിയറി മെയിനുമായിട്ടുള്ളവർക്ക് എന്താണ്? നാച്ചുറൽ സയൻസ് ഉണ്ട്. ദെൻ സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ഇക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് ശാഖകൾ കൂടിച്ചേർന്ന് സോഷ്യൽ സയൻസ് ഉണ്ട്. ദെൻ MCom പഠിച്ച കൊമേഴ്സ് ബിരുദധാരികൾക്ക് MCom ഗ്രാജുവേറ്റ്സിന്, നോട്ട് ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി കൊമേഴ്സ് ഓപ്ഷൻ ഉണ്ട്. ദെൻ മാത്തമാറ്റിക്സ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഇവിടുത്തെ ഈ കോഴ്സ് കോഡിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 10 മുതൽ 19 12 വരെയോ കാണാവുന്നതാണ്. അപ്പൊ ഇവിടെ അതിന് പകരം ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന് വരും, നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നാച്ചുറൽ സയൻസ് എന്ന് വരും, മാത്തമാറ്റിക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് എന്ന് വരും, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് വരും. ഇതല്ല ലാംഗ്വേജ് സബ്ജക്ട്സ് ആണെങ്കിൽ അത് വരും. അപ്പോ ഫസ്റ്റ് പെഡഗോഗിക് കോഴ്സ് ഏതാണ്? അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസിപ്ലിൻ. ആ ഒരു ഇംഗ്ലീഷ് എന്ന ഡിസിപ്ലിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അതിന്റെ ഹിസ്റ്ററി മുതൽ എല്ലാം ഇതില് വരുന്നതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ പേടിക്കേണ്ട, ഇതൊക്കെ വളരെ രസകരമായി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ദെൻ സെക്കൻഡ് വരുന്ന പെഡഗോഗിക് കോഴ്സ് ആണ് ലേണിംഗ് ടു ഫങ്ഷൻ ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് ടീച്ചർ, ഫിസിക്കൽ സയൻസ് ടീച്ചർ, സോഷ്യൽ സയൻസ് ടീച്ചർ. എന്താണ് പറയുന്നത്? ലേണിംഗ് ടു ഫങ്ഷൻ. എങ്ങനെ ഫങ്ഷൻ ചെയ്യാനാ പഠിക്കുന്നത്? നമ്മള് ഒരു നാച്ചുറൽ സയൻസ് ടീച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് ടീച്ചറായി മാറാനുള്ള പഠനമാണ് നമ്മൾ അവിടെ നടത്തുന്നത്. സോ ഇത് 2 പെഡഗോഗിക് കോഴ്സസും അവിടെ വന്നു. ദെൻ വരുന്നത് അസോസിയേറ്റ് കോഴ്സസ് ആണ്. അസോസിയേറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്റ്റീവ്സ് ആണ് വരുന്നത്. അതിന്റെ കോഴ്സ് കോഡ് EDU 106 ആണ്. ഇവിടെയും പെഡഗോഗിക് കോഴ്സസ് വിട്ടുപോയായിരുന്നു. അതിന്റെ ക്രെഡിറ്റ്സ് 3 ആണ്. അപ്പൊ സ്വാഭാവികമായും 60-ലായിരിക്കും ഓരോ പെഡഗോഗിക് കോഴ്സസിന്റെയും എക്സാംസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഇലക്റ്റീവ് ആണ്.
ഇലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലമെന്ററി ആവാം, എലിമെന്ററി എഡ്യൂക്കേഷൻ ആവാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവാം, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആവാം, എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആവാം. അത് ഓരോ കോളേജസിനനുസരിച്ചിട്ടും ഇലക്റ്റീവില് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇലക്റ്റീവും 3 ക്രെഡിറ്റിന്റെ എക്സാം ആണ്, ടോട്ടൽ 60 മാർക്കാണ്. അപ്പൊ കോർ കോഴ്സസ് കഴിഞ്ഞു, പെഡഗോഗിക് കോഴ്സസ് 2 കഴിഞ്ഞു, കോർ കോഴ്സസ് 3 കഴിഞ്ഞു, ദെൻ ഇലക്റ്റീവ് കോഴ്സസ്. അപ്പൊ 6 എക്സാം ആണ് BEd ഫസ്റ്റ് സെമസ്റ്ററിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പ്രാക്ടിക്കൽ കോഴ്സസിനെ കുറിച്ചിട്ടാണ്. BEdല് 2 പ്രധാനമായിട്ടും പ്രാക്ടിക്കംസ് ആണുള്ളത്. പ്രാക്ടിക്കംസ് നിങ്ങൾ തിയറി പേപ്പേഴ്സിന്റെ ഒപ്പം ചെയ്യേണ്ട അസൈൻമെന്റ്സ് ആണ് പ്രാക്ടിക്കംസ് എന്ന് പറയുന്നത്. ദെൻ പ്രാക്ടിക്കൽ കോഴ്സസ് നമുക്ക് ടെസ്റ്റ് ട്യൂബും മറ്റും ഉപയോഗിച്ചുള്ള പ്രാക്ടിക്കൽസ് എല്ലാം നമ്മുടെ എല്ലാ വർക്കുകളും റെക്കോർഡ് വർക്ക്സും അല്ലെങ്കിൽ മറ്റ് സർവേ വർക്ക്സും ഒക്കെ ആയിട്ടുള്ള വർക്ക്സുമാണ്. പിന്നെ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ അത് ഡെലിവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പ്രാക്ടിക്കൽസിൽ വരുന്നത്. കോർ പേപ്പറിന്റെ പ്രാക്ടിക്കലിൽ 107.1 ആണ് ക്രെഡിറ്റ് 2, മാക്സിമം മാർക്ക് 40 ആണ്. അപ്പോൾ അത് വരുന്നു. ദെൻ പെഡഗോഗിക്കിന് ക്രെഡിറ്റ് 4 ആണ്, മാക്സിമം മാർക്ക് വരുന്നത് 80 മാർക്കാണ്. അപ്പൊ പ്രാക്ടിക്കൽസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തായിരിക്കും എന്നുള്ളത്. ദെൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ എന്താണ് BEd പഠനം പൂർത്തിയാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. ക്രെഡിറ്റ് 1 ആണ്, മാക്സിമം മാർക്ക് 20 ആണ്. ദെൻ ഡ്രാമ ആൻഡ് ആർട്ട് ഇൻ എഡ്യൂക്കേഷൻ, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. എങ്ങനെ നന്നായി ടീച്ചർ ആടാൻ പറയുമ്പോൾ ആടണം, പാടാൻ പറയുമ്പോൾ പാടണം, പാട്ടിലൂടെയും കളികളിലൂടെയും അങ്ങനെ വേറിഡായ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കണം കുഞ്ഞുങ്ങളിലേക്ക് പലതും എത്തേണ്ടത്. അപ്പോൾ ഡ്രാമ, ആർട്ട് അതിനെല്ലാം ഇതുപോലെ തന്നെ 20 മാർക്കാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ടോട്ടൽ 30 ക്രെഡിറ്റ് ആണ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. 600 മാർക്കാണ് ഉള്ളത്. ഈ 600 മാർക്കില് ഏകദേശം എത്ര മാർക്ക് വരുന്നുണ്ട് നോക്കിയേ, 120, 140, 160 പ്രാക്ടിക്കലിന്റെ മാർക്കാണ്. ബാക്കിയുള്ള മാർക്ക് മാത്രമേ എന്തുള്ളൂ, തിയറി പേപ്പേഴ്സിനുള്ളൂ. അപ്പൊ പ്രാക്ടിക്കൽസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൃത്യമായി പ്രാക്ടിക്കൽസ് എല്ലാം ചെയ്യുക. ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഉള്ളൂ. ഇതിൽ പല കാര്യങ്ങളും ഇപ്പൊ പെഡഗോഗിക് കോഴ്സസിലൊക്കെ ആണെങ്കിൽ പ്രാക്ടിക്കൽസ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൈക്രോ ടീച്ചിങ്ങിന്റെ ലെസൺ പ്ലാൻ എഴുതുക. ലെസൺ പ്ലാൻ നമ്മൾ മൈക്രോ ടീച്ചിങ് ക്ലാസ്സസ് എടുക്കുക. അതായത് 5 മിനിറ്റിന്റെ ക്ലാസ് എടുത്ത് നമ്മൾ ഓരോ സ്കില്ലുകളായി ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതാണ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രാക്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അയ്യോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും പേടിക്കേണ്ട. പിന്നെ സർവേ വരുന്നുണ്ട്, പിന്നെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യലാണ്, കോർ പേപ്പേഴ്സിന്റെ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിൽ വരുന്നത്. അങ്ങനെയുള്ള വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. സിസ്റ്റമാറ്റിക്കും ടൈംലിയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റെക്കോർഡ് വർക്ക്സ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി വരുന്നതാണ് പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പോർട്ട്ഫോളിയോസും മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടത് ആണ്. ഓക്കെ അല്ലേ? സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സൈക്കോളജി കോർ പേപ്പേഴ്സ് ഏതൊക്കെയാ, അതുപോലെ തന്നെയാണ് ഫിലോസഫി വരുന്നുണ്ട്. നോളജ് ആൻഡ് കരിക്കുലം എന്ന് പേര് വന്നു. കരിക്കുലം എങ്ങനെയാണ്, കരിക്കുലത്തെ കുറിച്ചുള്ള നോളജ്, കരിക്കുലം ട്രാൻസാക്ഷൻസ് വരുന്നു. അടുത്തത് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ് സൈക്കോളജി. ദെൻ അസസ്മെന്റ് ഫോർ ലേണിംഗ്, ഇതൊന്നും കേട്ട് പേടിക്കണ്ട. നമ്മൾ സ്കൂളിലൊക്കെ ടെസ്റ്റുകൾ, അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതായത് നമ്മൾ ഓരോ പാഠങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലം ഏരിയാസ് കണ്ടെത്താൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, പിന്നെ അതിനനുസരിച്ച് റെമഡിയൽ ടീച്ചിങ് നടത്താനായിട്ട് റെമഡിയൽ ടെസ്റ്റുകൾ, അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നതാണ് 203 വരുന്നത്. ദെൻ കോർ കോഴ്സസ്, പെഡഗോഗിക് കോർ കോഴ്സസ് ഈ 3 കഴിഞ്ഞു. പെഡഗോഗിക് കോഴ്സസ് വരുന്നത് പെഡഗോഗിക്കൽ ഡയമെൻഷൻസ്, പെഡഗോഗിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഇംഗ്ലീഷോ അത് ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് അനുസരിച്ച് മാറും. ദെൻ കരിക്കുലത്തെ കുറിച്ച് പഠിക്കുന്നു. റിസോഴ്സുകൾ എങ്ങനെ, ടെക്സ്റ്റ് ബുക്കുകളും മറ്റ് റിസോഴ്സസുകളും എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ പഠിക്കുന്നു. ഇതിലും അതേപോലെ തന്നെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പ്രാക്ടിക്കൽ കോഴ്സസും അതുപോലെ തന്നെ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴും ആ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇവിടെ വരുന്ന വ്യത്യാസം കണ്ടോ?
80 മാർക്ക്, 100 മാർക്ക്. പെഡഗോഗിക്കലിന് 100 മാർക്ക് വന്നു. കാരണം എന്താ, ഈ സെമസ്റ്ററിൽ 1 മന്ത് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് നമ്മൾ വിടുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഡെമോൺസ്ട്രേഷൻ, ഡിസ്കഷൻ, ക്രിറ്റിസിസം ഇതെല്ലാം കഴിഞ്ഞ് സ്കൂൾ ഇന്റേൺഷിപ്പ് 5 ലെസൺ പ്ലാനുകളും എല്ലാം കൂടി ഉൾപ്പെട്ട് 100 മാർക്കിലാണ് വരുന്നത്. ദെൻ ഹെൽത്തും ഫിസിക്കൽ എഡ്യൂക്കേഷനും ഡ്രാമയും എല്ലാം മറ്റ് സെമസ്റ്ററിലെ പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമുക്ക് തേർഡ് സെമസ്റ്റർ ആണ്. തേർഡ് സെമസ്റ്ററിൽ ഏകദേശം 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ടീച്ചിങ് പ്രാക്ടീസ് ഉള്ള ഒരു സെമസ്റ്റർ ആണ് തേർഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തേർഡ് സെമസ്റ്ററിൽ അത്രത്തോളം വർക്കുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് തിയറി പേപ്പർ എത്ര ഉള്ളൂ, ലാക് അഥവാ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന തിയറി പേപ്പർ മാത്രമേ ഉള്ളൂ. 3 ക്രെഡിറ്റിന്റെ പേപ്പർ ആണ്. അപ്പൊ സ്വാഭാവികമായും മാക്സിമം മാർക്ക് 60 ആണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ വരുന്നത് എന്തിലാ, കോർ കോഴ്സസിലും പെഡഗോഗിയുടെയും പ്രാക്ടിക്കൽസിനാണ് ഇവിടെ മാർക്ക് വരുന്നത്. കോറിന്റെ പ്രാക്ടിക്കൽസ് ഏകദേശം 4 ക്രെഡിറ്റും 80 മാർക്കിൻ്റെതുമാണ്. പെഡഗോഗിയുടേത് നോക്കുക, 360 മാർക്കിലാണ് ഉള്ളത്. ക്രെഡിറ്റ്സ് 18 ക്രെഡിറ്റിന്റെ ആണ്. അപ്പൊ തേർഡ് സെമസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. 4 മാസത്തെ ടീച്ചിങ് പ്രാക്ടീസിനോടും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളും എല്ലാം വരുന്നതാണ്. പിന്നെ അടുത്തത് ഹെൽത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷനും വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. 2 വെയിറ്റേജ് എത്ര മാർക്ക് വരുന്നു, 40 മാർക്കാണ് മാക്സിമം വരുന്നത്. ഡ്രാമയ്ക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ 20 മാർക്കുണ്ട്. പിന്നെ ഒരു അഡീഷണൽ ആയി തേർഡ് സെമസ്റ്ററിലെ കമ്മീഷന്റെ സമയത്ത് വൈവയ്ക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്, 2 ക്രെഡിറ്റ് ആണ്. മാക്സിമം മാർക്ക് 40 മാർക്ക് ആണ്. അപ്പൊ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമസ്റ്റർ കൂടിയാണ്. നന്നായി അധ്വാനിച്ച് സിസ്റ്റമാറ്റിക് ആയി 1ാമത്തെ സെമസ്റ്ററും 2ാമത്തെ സെമസ്റ്ററും 3ാമത്തെ സെമസ്റ്ററിലെ ഇന്റേൺഷിപ്പും എല്ലാം കൂടി ചേർന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെമസ്റ്റർ ആണ് 3ാമത്തെ സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മൂവിങ് ടു ദ 4th സെമസ്റ്റർ, നിർണായകമായ 4th സെമസ്റ്ററിലേക്ക് നീങ്ങുവാണ്. 4th സെമസ്റ്ററിൽ നമുക്ക് 3 പേപ്പേഴ്സ് ആണ് ഉള്ളത്. പ്രധാനമായിട്ട് 3 പേപ്പേഴ്സ് ആണ് തിയറി ഉള്ളത്. ഏതൊക്കെയാണ്, ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി. ഫിലോസഫിയുടെ മറ്റൊരു പേര് ഇവിടെ വരുന്നത് ജെൻഡർ ഉണ്ട്, സ്കൂൾ ആൻഡ് സൊസൈറ്റി അല്ലേ. ഇതെല്ലാം റിലേറ്റഡ് ആണ് അല്ലേ. ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഫിലോസഫി പേപ്പർ വരുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡൈനാമിക്സ് ഇൻ എഡ്യൂക്കേഷൻ, അപ്പൊ തന്നെ അറിയാം നിങ്ങൾക്ക് അത് എന്താ പേപ്പർ എന്ന് അല്ലേ. സൈക്കോളജിയുടെ പേരാണ്. ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, 4ാമത്തെ സെമസ്റ്റർ എത്തിയില്ലേ. We are going to have അല്ലെങ്കിൽ further more development as a professional teacher. ഒരു ടീച്ചർ ആവുന്നതിന് what are the needs, requirements, strength, weakness, objectivity, threat ഇതെല്ലാം അറിയാനുള്ള ഒരു സെമസ്റ്റർ കൂടിയാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള കോഴ്സ് പെഡഗോഗിയിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി പ്രാക്ടിക്കൽസ് വരുന്നത് കോർ കോഴ്സിൽ വരുന്നത് പ്രാക്ടിക്കൽസിന് വെയിറ്റേജ് 7 ആണ്. മാക്സിമം മാർക്ക് 140 ആണ്. പെഡഗോഗിക് കോഴ്സസിന് 6 വെയിറ്റേജ് ആണ് വരുന്നത്. മാക്സിമം വരുന്നത് 120 മാർക്കാണ്. ഹെൽത്തിനും ഫിസിക്കലിനും ഫസ്റ്റ് സെമസ്റ്ററിലേതുപോലെ തന്നെ 20 മാർക്ക് മാക്സിമം വരുന്നതാണ്. ഇത് കൂടാതെ 4th സെമസ്റ്ററിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ആഡപ്പ് കൂടി നമുക്ക് പ്രാക്ടിക്കൽസ് ആയിട്ട് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് 2 വെയിറ്റേജും 40 മാർക്കും വരുന്നുണ്ട്. അങ്ങനെ 600 മാർക്കിൽ തന്നെയാണ് ഈ സെമസ്റ്ററും ഉള്ളത്. ഓക്കെ അല്ലേ. അത് വെച്ച് കറസ്പോണ്ടിങ് ആയി നമ്മൾ ഇതെല്ലാം ക്വാളിഫൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇത് വരുന്നത്. CPA സ്കോർ 9.5 മുകളിലാണെങ്കിൽ നമ്മൾ A+ ആണ്. ദാറ്റ് ഇസ് റിമാർക്കബിൾ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ദെൻ 9.5 ബിലോയും 9 എബോവും ആണെങ്കിൽ Aയും 8 അങ്ങനെയുള്ള കൺസിക്യൂട്ടീവ് ആയിട്ട് താഴത്തേക്ക് വരും. B.Ed വരുമ്പോൾ എന്താണ്, F വരുന്നാലേ ഫെയിലിയർ ആവുന്നുള്ളൂ. അങ്ങനെയൊന്നും ചാൻസസ് ഇല്ല. കാരണം വളരെ ഈസി ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇത്രയാണ് 4 സെമസ്റ്ററിലുള്ള കോഴ്സിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കോഴ്സിന്റെ ഒരു പാറ്റേണും പെഡഗോഗിക് കോഴ്സസും എല്ലാം. അപ്പൊ B.Ed എന്ന് കേൾക്കുമ്പോഴുള്ള ആ ടെൻഷൻ കുറച്ച് കുറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തിനാണ് ഇനി B.Ed പഠിച്ചിട്ട്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്,
എന്തൊക്കെയാണ് BEd പഠിച്ച ഒരാൾക്കുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് കിട്ടുന്നത് അല്ലേ. പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിലും ഒരു സൊസൈറ്റിയിലേക്കുള്ള ഒരു ഭാവി വാഗ്ദാനമാണ് അദ്ദേഹം അല്ലെ. അദ്ദേഹത്തിന്റെ നല്ല ഒരു ക്രിയേഷനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഷനെ ബിൽഡ് ചെയ്യുന്ന ഒരാൾ കൂടെയാണ് അല്ലെ. അപ്പോൾ ആ അധ്യാപകനാവുക എന്നുള്ളത് BEd കൊണ്ട് മാത്രം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. BEd കഴിഞ്ഞ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് അല്ലേ ഉണ്ട്. അപ്പോൾ 4 സെമിസ്റ്ററിലായുള്ള 2 ഇയർ BEdനെ കുറിച്ചുള്ള ഏകദേശം സംശയങ്ങളൊക്കെ നമ്മുടെ തീർന്നു. ഇനി BEd 4 സെമിസ്റ്റർ കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലേ. സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങൾക്ക് കോഴ്സിന്റെ കൂടെ ഒരുപാട് വാല്യൂസും കിട്ടി. ഈ വാല്യൂസ് എല്ലാം യു ഹാവ് ടു ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യം, യു ഹാവ് ടു പാസ് ദ എലിജിബിലിറ്റി ടെസ്റ്റസ് ഓഫ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ LBS നടത്തുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സാവണം. അതിനുവേണ്ടി എന്താണ് വേണ്ടത്? ആദ്യത്തെ എലിജിബിലിറ്റി ടെസ്റ്റ് ആയ KTET ആണ് നമ്മൾ നോക്കുന്നത്, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ. ഇതില് KTET 1 ഉണ്ട്, KTET കാറ്റഗറി 2 ഉണ്ട്, ദെൻ കാറ്റഗറി 3 ഉണ്ട്, കാറ്റഗറി 4 ഫോർ ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. ഇതില് KTET 1 ആർക്കുള്ളതാണ്? KTET 1 LP ക്ലാസ്സുകളിലേക്കുള്ളതാണ്. അത് DLED വിദ്യാർത്ഥികളാണ് എഴുതുന്നത്. അതായത് പണ്ടത്തെ TTC-കാരാണ് കാറ്റഗറി 1 എഴുതുന്നത്. ദെൻ കാറ്റഗറി 2 അത് BSc BEd ഉള്ളവർക്കും DLED ഉള്ളവർക്കും എഴുതാം അല്ലേ. കാറ്റഗറി 2 KTET കാറ്റഗറി 2 വരുന്നത് സയൻസും സോഷ്യലും ആണ് വരുന്നത്. സയൻസും സോഷ്യലിലുമാണ് KTET കാറ്റഗറി 2 ഉള്ളത്. അപ്പോൾ ഈ സബ്ജക്ട് സ്ട്രീമിലുള്ളവർക്ക്, അതായത് സോഷ്യൽ സയൻസുകാർക്കും സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ള നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് അങ്ങനെയുള്ള സബ്ജക്ട്സുകാർക്കും ഇത് എഴുതാവുന്നത് ആണ്. കാറ്റഗറി 2 എഴുതിയെടുക്കാം. മാത്സുകാർക്കും അത് പറ്റും. ദെൻ കാറ്റഗറി 4 ഇസ് ഫോർ ഹിന്ദി, അറബിക്, സ്വിങ് അങ്ങനെയുള്ള സബ്ജക്ട്സിനൊക്കെയാണ് കാറ്റഗറി 4 ഉള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, BEd പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയെടുക്കേണ്ട KTET കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 വരുന്ന പ്രധാന സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, നാച്ചുറൽ സയൻസ് വരുന്നുണ്ട്, ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട്, സൈക്കോളജി ഉണ്ട്, ഹിന്ദി ഉണ്ട്, അറബിക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു 60ഓളം സ്ട്രീമുകൾ കൂടി ചേർന്ന് ഏകദേശം 12 സ്ട്രീമിലോട്ടാണ് എത്തുന്നത്. അപ്പൊ ഇത്രയും കാറ്റഗറി 3യുടെ എക്സാംസ് വരുന്നുണ്ട്. ഇവർക്കൊക്കെ ഇത് എഴുതി എടുക്കാം. അപ്പൊ CC-ക്കൊപ്പം നമുക്ക് കാറ്റഗറി 3 നേടാം. എന്താണ് കാറ്റഗറി 3 നേടുന്നതിന്റെ പ്രത്യേകത? കാറ്റഗറി 3 നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയുള്ള ഒരു കാറ്റഗറിയും പാസ്സാവേണ്ട ആവശ്യകതയില്ല. അപ്പൊ ചോദിക്കും കാറ്റഗറി 4 നമുക്ക് വേണമെന്ന്. കാറ്റഗറി 4 ഞാൻ നേരത്തെ പറഞ്ഞു ലാംഗ്വേജ് ടീച്ചേഴ്സിനുള്ളതാണ്. ഇറ്റ് ഇസ് ഫോർ ഹിന്ദി, അറബിക് ആൻഡ് സ്വിങ്. നമ്മുടെ ന്യൂ ബാച്ചസ് KTET-ന് വേണ്ടിയുള്ള പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഈ താഴെ കാണുന്ന നമ്പറിൽ, സ്ക്രീനിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ CC-ക്ക് KTET-ന് വേണ്ടിയുള്ള ചാനൽസും ഉണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് KTET നേടി. അപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കൂടിയാണ്. ഇപ്പോഴത്തെ അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഹൈസ്കൂൾ മുതൽ എബോവ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറീസ് വരെ പഠിപ്പിക്കാൻ എന്ത് വേണം? PG നിർബന്ധമാക്കുകയാണ്. അപ്പൊ PG നിർബന്ധമാക്കുമ്പോൾ സ്വാഭാവികമായും എന്തും കൂടി നേടണം? KTET 3 മാത്രം പോരാ, നമ്മൾക്ക് വേണ്ടത് നെക്സ്റ്റ് സെറ്റ് ആണ് വേണ്ടത്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഒരുപാട് സബ്ജക്ട്സിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും നേരത്തെ സെറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, ഇപ്പൊ BEd കഴിഞ്ഞിരിക്കുന്നവർക്കും സെറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. നമ്മുടെ ന്യൂ ബാച്ച്, അതായത് പുതിയ എക്സാമിന് 2025 ജാനുവരിയിലെ എക്സാമിന് മുൻകണ്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്ജക്ട്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടണി ഉണ്ട്, നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ദെൻ മാത്സ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സുവോളജി ഉണ്ട്,
ജനറൽ പേപ്പറും ഉണ്ട്. ജനറൽ പേപ്പർ ചിലരൊക്കെ പറയും മിസ്സേ എനിക്ക് ജനറൽ പേപ്പർ ക്വാളിഫൈ ആവാൻ പറ്റിയില്ല, അതുകൊണ്ട് സെറ്റ് കിട്ടിയില്ല എന്ന്. സബ്ജക്റ്റിൽ നല്ല നോളജ് ഉണ്ടാവും. അപ്പോൾ ജനറൽ പേപ്പറിന്റെ ഇതിനും ട്രെയിനിങ് കിട്ടേണ്ടതിന്റെ ആവശ്യകത എന്താന്ന് നിങ്ങൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സെറ്റ് സുവോളജിക്ക് ജോയിൻ ചെയ്യാനായും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. നെക്സ്റ്റ് സെറ്റ്, PG ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പൊ സെറ്റ് ക്വാളിഫൈ ആയാലും ലോവർ എക്സാംസ് ഒന്നും നമുക്ക് ക്വാളിഫൈ ആവണ്ട. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് ഹയർ, എനിക്ക് എന്തില്ല എന്ന് ഓർത്ത് വിഷമിക്കരുത്. എന്ത് നമ്മളെ കൊണ്ട് ഏറ്റവും ഹയർ ആയിട്ട് എയിം ഹൈ ചെയ്യുക, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുക. അതാണ് ഏറ്റവും ഭംഗിയും ഏറ്റവും ലക്കിയസ്റ്റും ഏറ്റവും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതിലേറ്റവും ഹയസ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്ന രാജ്യം കണ്ടക്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മുടെ നേഷണൽ വൈസ് ആയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്ത്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളത്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളത്. ആ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് 2 വിഭാഗത്തിലായിട്ടാണ് നടക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനും സയൻസ് സബ്ജക്ട്സ് ആയിട്ടുള്ള CSIR ടെസ്റ്റുകളുമാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ UGC നെറ്റുകളും ദെൻ CSIR കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള CSIR നെറ്റും ആണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള UGC നെറ്റ് ഡിസംബർ ബാച്ചും ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. ആൻഡ് ദ സബ്ജക്ട്സ് ആർ ജനറൽ പേപ്പർ, ഇക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കോമേഴ്സ് ആൻഡ് CSIR ഫിസിക്സ്. ആസ് ഐ സെഡ് ഏർലിയർ, CSIRന്റെ സയൻസ് സബ്ജക്ട്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സാം ആണ് ഉള്ളത് റാദർ ദാൻ ദ UGC നെറ്റ് എക്സാംസ്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് നേടുക എന്നുള്ളതാണോ സ്വപ്നം എന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.